പ്രൊഫസർ റോണി കെ ബേബി ഉന്നയിച്ച ആശങ്കയ്ക്ക് മറുപടി പറയാൻ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ പി അനിൽകുമാർ നമ്മോടൊപ്പമുണ്ട്. പ്രൊഫസർ അനിൽകുമാർ, ഇക്കാര്യത്തിൽ റോണി കെ ബേബി ഉന്നയിക്കുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? നമുക്ക് ഇത് മുമ്പ് തന്നെ പലതരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പരമാവധി നമ്മൾ ഒരു സൗഹൃദത്തിൽ കൊണ്ടുപോകാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കെതിരെ പല രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാര്യം ശരി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കശ്മീർ പ്രശ്നത്തിൽ നമ്മളോട് ഏതെങ്കിലും ഒരു രാജ്യം നമുക്കെതിരെ ഒരു നിലപാടെടുത്തു, അതുകൊണ്ട് അതിനെതിരെ ശക്തമായി നടപടി എടുക്കണം എന്ന് പറയുന്നത് യുക്തിസഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാര്യത്തിൽ പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ നിലപാടുകൾ എടുത്തിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ പോലും ഈ അവസാന നിമിഷം പോലും ഇന്ത്യയും പാകിസ്ഥാനുമായി ഉള്ള ഈ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെടുത്താൻ തൊട്ട് മുമ്പ് തീവ്രവാദികൾ ഇന്ത്യയിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട ചില റെസൊല്യൂഷൻസ് പോലും UN വന്നപ്പോ ചില രാജ്യങ്ങളൊക്കെ അതിനെ ഏർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മളൊരു നിലപാടെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി ഡയറക്റ്റ് ആയിട്ട് ഒരു ഭീഷണി, ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രം ഇടപെടുന്നതും ഏതെങ്കിലും ഒരു അന്തർദേശീയ സംഘടനയിൽ ഒരു രാജ്യം ഒരു നിലപാടെടുക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമുക്കെതിരെ ആയുധം കൊടുത്ത് സഹായിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയും അതുപോലെ തന്നെ നമ്മളെപ്പോഴും വിരുദ്ധ അഭിപ്രായങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ ഇന്ത്യക്കെതിരെ ഒരു നിലപാട് ഒരു രാജ്യം എടുത്തു, അതുകൊണ്ട് ആ രാജ്യത്തെ പരിപൂർണമായിട്ട് ഒഴിവാക്കണം, അങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുക്കാറില്ല. മറിച്ച് ഇന്ത്യ അപകടപ്പെടുത്തുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ അവരൊരു നിലപാടെടുത്ത് ഇന്ത്യക്ക് അപകടകരമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്ന പല തരത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള നീക്കുപോക്കുകളും ഒക്കെ നടത്തിയിട്ട് കോറിഡോർ ഡിസ്കഷൻ ഒക്കെ നടത്തിയതിനു ശേഷം അവസാനം എടുക്കുന്ന നിലപാടുകളാണ്. അത് ആ സാഹചര്യത്തിനനുസരിച്ചാണ് നിലപാടുകൾ എടുക്കുന്നത്. അപ്പൊ ആ നിലപാടുകൾ വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ത്രെട്ട്, ഒരു രാജ്യത്തിനൊരു ഭീഷണിയായി ഒരു രാജ്യം നിലകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് വളരെയേറെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള ഒരു അഴിമതി കാണിച്ചു എന്നല്ല പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു കരുതൽ മുമ്പ് തന്നെ വേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ഇപ്പം BJP ആണെങ്കിൽ ഇപ്പം സൂചിപ്പിച്ചു 2018 ശേഷം അങ്ങനത്തെ ഒരു കരുതൽ വേണ്ടായിരുന്നു. തീർച്ചയായിട്ടും വേണമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നമുക്ക് കൊണ്ടുവരണം. ചൈനയുടെ കാര്യത്തിൽ നമ്മൾ നിരന്തരം ചെയ്യുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ വിഴിഞ്ഞം ബിഡിന്റെ കാര്യം സൂചിപ്പിച്ചതാണ്. ആ ബിഡ് വന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ അതിനകത്ത് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്, വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നിലപാടുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ എന്ന് കരുതി നിരന്തരമായി ഒരു പ്രത്യേകമായ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രാജ്യത്തിന് നിരന്തരമായി സഹായം ചെയ്തു കൊടുക്കുന്നതും നിലപാടെടുക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിൽ അനുകൂലമായ ഒരു നിലപാട് തുർക്കിയൻ കമ്പനികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിമർശന വിധേയമാക്കുന്നത് നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ ഇത്തരണത്തിൽ ആദ്യം ഇതിനെതിരെ ശബ്ദം ഉയർത്തി തള്ളി പറയേണ്ടത് അവരാണ്. അവർ പറയണം, ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ഈ കമ്പനിയെ കൊണ്ടുവന്നു, പക്ഷേ ഇന്ന് ഇവരെ ആദ്യം പടിക്ക് പുറത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതാണ് കോൺഗ്രസ് ആണെന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി കോൺഗ്രസ് കാണിക്കണം. ഇപ്പം അത് പറഞ്ഞതുപോലെ നമ്മൾ ആരും അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനകത്ത് ആരോപണം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ BJP പോലും പറഞ്ഞില്ല കോൺഗ്രസ് അതിനകത്ത് എന്തോ വലിയ അഴിമതി ആരോപണം നടത്തിയെന്നും ആരും പറയുന്നില്ല. നമ്മളൊരു നിലപാട് മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല എടുക്കേണ്ടത്. തള്ളിപ്പറയാൻ നമ്മൾ തയ്യാറാണ്. അത് ഏറ്റവും കൂടുതൽ പ്രധാനമായി കമ്പനികൾ പലതും ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റൈസേഷൻ, അത് അങ്ങനെ സൂചിപ്പിച്ചല്ലോ, 1990-കൾക്ക് ശേഷം ഈ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒക്കെ വന്ന് ഇത്തരത്തിലുള്ള കമ്പനികൾ വന്ന സമയത്ത് നമ്മൾ നല്ലൊരു സ്ക്രൂട്ടണി, ഒരു മോണിറ്ററിംഗ് നടത്തേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ ആ മോണിറ്ററിംഗ് പലപ്പോഴും കൊണ്ടുവരുന്നത് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിമർശനാത്മകമായി പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിന്റെ അർത്ഥം BJP ചെയ്തതെല്ലാം ശരി, അതുകൊണ്ട് BJP ഒരു വിമർശനാത്മകമായി പരിശോധിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കോൺഗ്രസ് ഇപ്പൊ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ BJP അത് കുറെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അടിയന്തരമായ ഒരു നിലപാടെടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും BJP ചെയ്യുന്നത് ശരിയാണ്, കോൺഗ്രസ് ചെയ്യുന്ന മോശമാണ്, അങ്ങനെ അല്ല. ഒരു അക്കാദമികരമായിട്ട് ഞാൻ അതിനെ സമീപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടത് എന്താ? ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് നമ്മുടെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി തുർക്കിയെ പുറത്താക്കുന്നതിന് ഒന്നടങ്കം പരിശ്രമിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ അതിനു വേണ്ടുന്ന നടപടികൾ എടുക്കുന്നുണ്ട്. അത് മാത്രം പോരാ, നമുക്ക് നമ്മുടെ പൗരന്മാർക്കിടയിൽ ബോധവൽക്കരണം ഉണ്ടാകണം. ഇപ്പം ഒരു ബോധവൽക്കരണം നടത്താതെ തന്നെ പൗരന്മാരത് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ അതിനവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇക്കമ്പനികളെയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയും എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തുവാനുള്ള പരിശ്രമങ്ങളാണ്
സംയുക്തമായി എല്ലാ ദേശീയ കക്ഷികളും പ്രാദേശിക കക്ഷികളും ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ മുൻപ് നമ്മളൊരു നിലപാട് വന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് പരിപൂർണമായും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു അന്വേഷണം നടത്തി പുറത്താക്കണം എന്ന് പറയുന്നത് അങ്ങ് ഒരു അധ്യാപകനാണ്, അങ്ങേക്കറിയാം, അങ്ങനെ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പം ഐക്യരാഷ്ട്ര സംഘടനയെ തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രശ്നം ഒരു അന്തർദേശീയ വിഷയമായി അവതരിപ്പിച്ചതാരാ? നരേന്ദ്രമോദി അല്ലല്ലോ. അത് അന്നേ ഏറ്റവും വലിയ അബദ്ധം ചെയ്തത് കോൺഗ്രസ് പാർട്ടി ജവഹർലാൽ നെഹ്റു അല്ലേ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകൾ നമ്മൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പൊ പലപ്പോഴും വളരെ കാര്യഗൗരവത്തോടു കൂടി എടുക്കേണ്ടുന്ന ചില വിഷയങ്ങളെ നമ്മൾ അങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം, ആ വീഴ്ചകൾ തിരുത്തണം എന്നേ പറഞ്ഞിട്ടുള്ളൂ.